ക്രിസ്ത്യാനോ റൊണാൾഡോ ടാറ്റു അടിക്കാത്ത ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് ഇൻസ്റ്റാഗ്രാമിൽ അല്ലാതൊക്കെ വരണ്ട. ശരിയാണ്. അപ്പോൾ ഇന്ത്യയുടെ റൂൾ വെച്ചിട്ട് ഒരു 6 months കഴിഞ്ഞാൽ ആർക്കും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റും. 6 months കഴിയണം. അത് ബ്ലഡിൽ ഈ പറയുന്ന പിഗ്മെന്റ്സ് ഉണ്ടാവും കുറച്ച് നാളത്തേക്ക്. അത് വാഷ് ഔട്ട് ആയി പോകുന്നവരെ. സ്കിന്നാണ് ക്യാൻവാസ്. സ്കിന്നാണ് ക്യാൻവാസ്. ഒരു സ്കിന്ന് ക്യാൻവാസ് ആയിട്ട് ടാറ്റു ചെയ്യുമ്പോൾ എറിക്കിന്റെ മനസ്സിൽ എന്തായിരിക്കും ശരിക്കും? ഒന്ന് തെറ്റരുതൊന്നും കാര്യത്തിൽ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. തുടങ്ങിയ സമയത്തൊക്കെ ഒരുപാട് അങ്ങനെ നമ്മൾ പഠിക്കത്തുള്ളൂ. കൾച്ചർ എന്ന് പറയുമ്പോൾ എറിക്കിന്റെ മനസ്സിലേക്ക് എന്താ വരുന്നത്? കഴിഞ്ഞ കൊല്ലം കൾച്ചർ കണ്ട ഒരു എക്സ്പീരിയൻസ്. കൊച്ചി കാണാത്ത രീതിയിലുള്ളൊരു ഫെസ്റ്റിവൽ ആയിരുന്നു. സ്റ്റേജും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. കൾച്ചറിന്റെ ആർട്ട് ക്യൂറേറ്റർ എന്ന് പറയുമ്പോൾ പണികൾ എന്തൊക്കെയാണ്? ഒരുപാട് ആൾക്കാർക്ക് വൈറ്റ് പേപ്പർ ഫിയർ അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. വെള്ള പേപ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വരയ്ക്കും ആ ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനത്തിനെ ഭയങ്കരമായിട്ടും ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളവരുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറ്റി ഈ പറയുന്ന നമ്മുടെ പ്രോസസ്സിനെ കുറച്ചുകൂടെ രസമായിട്ട് കാണിക്കുക. ദാൻ ആ ഒരു റിസൾട്ട് തെറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. അല്ലെങ്കിൽ ഓരോ തെറ്റുമാണ് ഓരോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവണമെന്നാണ് നമ്മൾ വിശ്വസിക്കണം. എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്ടിവിറ്റിയാണ് നമ്മുടെ പ്ലാൻ ചെയ്തത്. ഉറപ്പായിട്ടും അവിടെ ഇപ്പൊ ആദ്യം ഒരു 2 മണിക്കൂർ പെയിന്റും ബ്രഷ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഒരു 2 മണിക്കൂർ കഴിയാൻ നേരം അവിടെ വരാൻ പോകുന്നത് കുറെ സ്ക്രാപ്പും സാധനങ്ങളായിരിക്കും. അത് വെച്ചിട്ട് അപ്പൊ ആൾക്കാരെ ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടാവും. നമുക്ക് അത് വന്ന് ചെയ്യാം. ഭയങ്കര ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പരിപാടിയായിരിക്കും അവിടെ. നമുക്ക് വരയ്ക്കാൻ അറിഞ്ഞോളന്നില്ല. അങ്ങനെയാണോ? വരയ്ക്കാൻ അറിയുന്നവരെ നമുക്ക് വേണ്ട.